യുവതിയെ ആക്രമിച്ച പ്രതികൾ അറസ്റ്റിൽ. പിടികൂടിയത് പാളയം CPM ഓഫീസിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോൾ പ്രതികളെ വിട്ടു നൽകിയത് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ എത്തിയ ശേഷം വിട്ടു നൽകാതെ മറ്റു മാർഗമില്ലെന്ന് നിലപാടെടുത്ത് പോലീസ്. ഒടുവിൽ വഴങ്ങി പാർട്ടി. പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്ത ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകർ. തലസ്ഥാനം കലാപക്കള. ഉദ്യോഗസ്ഥർ സഞ്ചരിച്ച 2 കാറുകൾ പോലീസുകാർക്ക് പരിക്ക്. റെയ്ഡ് കഴിഞ്ഞു, വെളിയിലിറങ്ങി അടിയിൽ തുടങ്ങി. വണ്ടി ഇവിടുന്ന് തിരുവനന്തപുരത്തുള്ള വണ്ടിയാണ്. തിരുവനന്തപുരത്തുള്ള വണ്ടി. പരിക്കെന്തേലും? എനിക്ക് പരിക്കില്ല, വേറെ ഒരു ഡ്രൈവർക്ക് പരിക്കുണ്ട്. അക്രമികളെ വിട്ടു നൽകാൻ പാർട്ടിയോട് ആവശ്യപ്പെട്ട് പോലീസ്. CPM പാളയം ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ വൻ പോലീസ് സന്നാഹം തുടരുന്നു. CMRL എക്സാലോജിക് കേസിൽ ED റെയ്ഡ് നീണ്ടത് 8 മണിക്കൂർ. പിണറായിയുടെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വീട്ടിൽ മിന്നൽ പരിശോധന. മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ വീട്ടിലും കൊച്ചി, ബംഗളൂരു CMRL ഓഫീസിലും അടക്കം പരിശോധന. 10 ഇടങ്ങളിൽ പരിശോധന. ശശിധരൻ കർത്തയുടെ വീട്ടിലും സ്ഥാപനങ്ങളിലും റെയ്ഡ്. പരിശോധനയിൽ നിക്ഷേപങ്ങളും FD രേഖകളും കണ്ടെത്തിയെന്ന ED. ഡൽഹി ED ഓഫീസിന് മുന്നിലെ പ്രതിഷേധത്തിൽ CPM ജനറൽ സെക്രട്ടറി MA ബേബി അറസ്റ്റിൽ. റെയ്ഡിൽ കേരള പോലീസിന് റെയ്ഡിൽ പ്രതികരിച്ച് പ്രതിപക്ഷ നേതാവ്. തളർത്തിക്കളയാമെന്ന് വ്യാമോഹിക്കേണ്ടെന്ന് പിണറായി വിജയൻ. പരിശോധന രാഹുൽ ഗാന്ധിക്ക് മനസ്സംതൃപ്തി നൽകുമെന്നും പരിഹാസം. ചിലർക്കെല്ലാം വലിയ മനസ്സംതൃപ്തി നൽകുമെന്നാണ് തോന്നുന്നത്, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾക്ക്. പിണറായിക്കായി പ്രതിരോധം തീർത്ത് CPM സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം. ഞങ്ങൾ കണ്ടവരാണ്. കോൺഗ്രസ് BJP ഡീലെന്നും ആരോപണം. ഹീനമായ ആക്രമണമെന്ന് MA ബേബിയും MV ഗോവിന്ദനും. സംഘപരിവാറിന് മുന്നിൽ മുട്ടുമടക്കില്ലെന്ന് മുഹമ്മദ് റിയാസ്. UDF BJP ഡീൽ ആരോപണം തള്ളി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. റെയ്ഡുമായി മുഖ്യമന്ത്രിയുടെ ഡൽഹി യാത്രയ്ക്ക് ബന്ധമില്ലെന്ന് ചെന്നിത്തല. ED കേരള പോലീസിന്റെ സഹായം തേടിയിട്ടില്ലെന്നും ആഭ്യന്തരമന്ത്രി. റെയ്ഡിന് പിന്നിൽ ഹൈക്കോടതി ഇടപെടലെന്ന് ഷോൺ ജോർജ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സ്വർണം കാണാതായി. അറ്റകുറ്റപ്പണിക്ക് പുറത്തു കൊണ്ടുപോയ വിലപിടിപ്പുള്ള വസ്തുക്കൾ തിരിച്ചെത്തിയിട്ടില്ലെന്ന് IB റിപ്പോർട്ട്. സ്വർണവും വജ്രവും ഇടയ്ക്കിടെ കാണാതാകുന്നു. രാജകുടുംബ ബന്ധമുള്ളവർ ക്ഷേത്ര സുരക്ഷയ്ക്ക് തടസ്സമെന്നും ഇന്റലിജൻസ്. വാർത്ത അടിസ്ഥാനരഹിതമെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ. കർണാടകയിൽ DK ശിവകുമാറിന് മുന്നിൽ നേതൃത്വം വഴങ്ങിയേക്കും. സിദ്ധരാമയ്യ ഉടൻ രാജിവെക്കുമെന്ന് സൂചന. നേതാക്കൾ ഡൽഹിയിൽ തുടരുന്നു. SIR ശരിവെച്ച് സുപ്രീം കോടതി. വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കിയാൽ പൗരത്വം നഷ്ടമാകില്ല. SIR കൃത്യമായ വോട്ടർ പട്ടികയ്ക്കുള്ള സമഗ്ര ചുവടുവെപ്പെന്നും കോടതി. പശ്ചിമേഷ്യയിൽ സ്ഥിതി അതിരൂക്ഷം. അമേരിക്കൻ ആക്രമണത്തിന് കനത്ത തിരിച്ചടിയുണ്ടാകുമെന്ന് ഇറാൻ. പ്രത്യേക ക്യാബിനറ്റ് യോഗം വിളിച്ച് ട്രംപ്. ലബനിലേക്ക് ആക്രമണം കടുപ്പിച്ച് ഇസ്രായേൽ. വ്യോമാക്രമണത്തിൽ 31 പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ പുതിയ തലവനെയും വധിച്ച് ഇസ്രായേൽ. കൊല്ലപ്പെട്ടത് ഒരാഴ്ച മുൻപ് മാത്രം ചുമതലയേറ്റ മുഹമ്മദ് ഔദ. ഓപ്പറേഷൻ നടപ്പിലാക്കിയത് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ നേരിട്ടുള്ള നിർദ്ദേശപ്രകാരം. IPL റെക്കോർഡ് നേട്ടവുമായി വിരാട് കോഹ്ലി. തുടർച്ചയായ 4 സീസണുകളിൽ 600-ലധികം റൺസ് നേടുന്ന ആദ്യ ബാറ്ററായി. പോരാട്ടത്തിൽ 43 റൺസ് തികച്ചതോടെ